സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മളുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വായന എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് മനസ്സിൽ വിചാരിക്കുക. അതിനുശേഷം ഐ മിസ് യു എന്ന് മന്ത്രിക്കുക. അതിനുശേഷം നിങ്ങൾ വളരെ പോസിറ്റീവായി ഇരുന്നു കൊണ്ട് ഈ റീഡിങ് കാണുക. അപ്പോൾ നിങ്ങളുടെയും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ എനർജിയും ഈ ഒരു വായനയിൽ ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ വിചാരിക്കുക. അതിനുശേഷം നിങ്ങളുടെ വ്യക്തിയോട് സ്നേഹത്തോടെ പറയുന്നത് പോലെ നിങ്ങൾ ഐ മിസ് യു എന്ന് മന്ത്രിക്കുക, പറയുക. അതിനുശേഷം ഈ വായന കാണുക. തീർച്ചയായിട്ടും നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഊർജം ഇതിൽ വരുന്നതായിരിക്കും. ഓക്കെ, നമുക്കപ്പോൾ വായനയിലേക്ക് പോകാം. തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, ഒരു യുദ്ധം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഏതാനും ഒരു പറ്റം ആളുകളെയാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ തികച്ചും ക്യൂൻ ഓഫ് സോർഡ്സ് കാണിക്കുന്നത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഏത് തന്നെ ആണെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച് കഷ്ടപ്പെട്ട് ഓരോ സാഹചര്യങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് വന്ന ആൾക്കാരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാത്തതായി ഒന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങളുടെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനില്ലാണ്ട് വളർന്ന കുട്ടികളായിരിക്കാം. അല്ലെങ്കിൽ അമ്മയുടെ സാന്നിധ്യമില്ലാതെ ജീവിച്ചു വന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ജീവിതത്തിൽ ഒരുപാട്, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കല്യാണം കഴിഞ്ഞ സ്ത്രീയോ പുരുഷനോ ആണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സ്നേഹവും കാര്യങ്ങളും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ തീർത്തും പറയാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളൊരു സിംഗിൾ മദർ ആയിരിക്കാം. അതായത് നിങ്ങളുടെ കുട്ടിയെ ഒറ്റയ്ക്ക് നോക്കുന്ന ഒരമ്മ അല്ലെങ്കിൽ അച്ഛൻ, അങ്ങനെയായിരിക്കാം നിങ്ങളുടെ അവസ്ഥ. അപ്പോൾ നിങ്ങൾ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്, സംരക്ഷണം ആഗ്രഹിക്കുന്നുണ്ട്, കരുതൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി വന്നിരുന്നെങ്കിൽ എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയും തീവ്രമായിട്ട് പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വ്യക്തിയുടെ കടന്നുവരവ്. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങളെ നന്നായിട്ട് ഗുണപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളൊരു ആത്മഹത്യാ വക്കിലോ അല്ലെങ്കിൽ ഒരു നിരാശയിലോ ഇരിക്കുന്ന സമയത്താണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ വരവോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ പല രീതിയിലുള്ള ആത്മീയമായ വളർച്ചയിൽ നിങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ കർമ്മ ഫലങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന, കാരണം ഏതോ ജന്മത്ത് ചെയ്ത പാപങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ ജന്മത്ത് അനുഭവിച്ചു കൊണ്ടിരുന്നത്. ആ ഒരു പാപകർമ്മത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാനാവാത്ത വിധം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾ. ഏത് ദൈവത്തെ വിശ്വസിച്ചാലാണ് രക്ഷപ്പെടാനാവുക, അല്ലെങ്കിൽ ഏത് മതത്തിൽ വിശ്വസിച്ചാലാണ് ഈ ഒരു ദുരിതപ്പെട്ട ജീവിതത്തിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ തീർച്ചയായിട്ടും പ്രപഞ്ചശക്തി നിങ്ങളുടെ ഈ വിഷമങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം. നിങ്ങൾ വിചാരിച്ചിരുന്നത് നിങ്ങളെ രക്ഷിക്കാൻ ആരും വരില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കിനി നല്ലൊരു ജീവിതം ഉണ്ടാകില്ല, ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ ജീവിതം. ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതം അത്ര നല്ലതല്ല. നിങ്ങളുടെ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സ്നേഹമോ കരുതലോ ഒന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാർ പോലും നിങ്ങളെ പറ്റിച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്.
അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി നിങ്ങൾക്ക് ഒരാളെ സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ ഉള്ള ഭാഗ്യമോ അവസരമോ നിങ്ങൾക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു വിഷമം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വിഷമിക്കുന്ന ഈ ഒരു സാഹചര്യം കണ്ടിട്ട് പ്രപഞ്ചശക്തി തന്നെ അയച്ച ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾക്ക് ഈ ഒരു വ്യക്തിയെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഈ വായന കാണുന്നത്. നിങ്ങൾ ആത്മീയമായിട്ട് ഉയർന്നത്, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ധ്യാനം ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒരുപാട് അറിവുകൾ ശേഖരിച്ചു. പ്രപഞ്ചശക്തി എന്താണ്, അതിൻ്റെ പ്രാർത്ഥനകൾ എന്താണ്, ആത്മീയമായ വളർച്ച എന്താണ്, ആത്മീയ പാത എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ബോധമുണ്ട്, അറിവുണ്ട്. അതിന് ഏറ്റവും നല്ലൊരു കാരണം, വ്യക്തമായ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യക്തി തന്നെയാണ്. ഈ വായന കാണുന്നത് പോലും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ പീരീഡ് ഇവിടെ പ്രപഞ്ചശക്തി തന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെ കുറച്ചും കൂടി കരുത്തരാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വ്യക്തി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ തിരിച്ചു വരാനായിട്ട് ഒന്ന് താമസിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. കുറച്ചും കൂടെ സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ വ്യക്തിയും ആത്മീയ പാതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് ഈ വ്യക്തി കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്. ഈ വ്യക്തി ധ്യാനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിലാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്. ഈ വ്യക്തി വളരെയധികം അഹങ്കാരമുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ നിങ്ങൾ വന്നതോടുകൂടി ഈ വ്യക്തിയുടെ അഹങ്കാരം എന്നുള്ള ആ മോശപ്പെട്ട സ്വഭാവത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് നമുക്കിവിടെ കാണാം. അതുപോലെ ഈ വ്യക്തി ഒട്ടും തന്നെ ആത്മീയ പാതയിലായിരുന്നില്ല. ഈ വ്യക്തി പലതരത്തിലുള്ള തെറ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മറ്റുള്ളവരെ പറ്റിക്കുക, വഞ്ചിക്കുക, അല്ലെങ്കിൽ വാക്ക് കൊടുത്തിട്ട് അത് പാലിക്കാതിരിക്കുക, അത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവൃത്തിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു. പക്ഷെ നിങ്ങളുടെ വരവോട് കൂടിയാണ് ഈ വ്യക്തിക്കും യഥാർത്ഥ സ്നേഹം എന്താണ്, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം ശരിയല്ല എന്നുള്ളത് ഈ വ്യക്തിക്ക് മനസ്സിലാവുകയും ഈ വ്യക്തിയുടെ ആ മോശപ്പെട്ട ആ ഒരു ഊർജത്തെ ഈ വ്യക്തി പുറത്തേക്ക് കളയുകയും ചെയ്തത്. അതിൽ പൂർണ്ണമായിട്ടുള്ള പങ്ക് നിങ്ങൾക്കുണ്ട്, തീർച്ച. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം നിങ്ങൾ വന്നതോടുകൂടി ഈ വ്യക്തി നശിഞ്ഞു പോയോ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ എല്ലാം നഷ്ടപ്പെട്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നലുണ്ടാകാം. പക്ഷെ നിങ്ങൾ യാതൊരു കാരണവശാലും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ഈ ഒരു വരവിൽ കൂടെ തന്നെയാണ് ഈ വ്യക്തിക്ക് പല പാഠങ്ങളും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് ഈ വ്യക്തി സ്വന്തമായി സമ്പാദിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. കാരണം നിങ്ങളുടെ ആ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടു പേരും ഒരേ തോണിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആൾക്കാരാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു അത് ഏറെക്കുറെ ഈ വ്യക്തിയുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയായിരുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളിൽ സാമ്യതയുള്ളതായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ വ്യക്തിയുമായി തുറന്ന് സംസാരിക്കാനുള്ള അവസരം നിങ്ങളെ തേടി വരുന്നു. നിങ്ങളെ കൊണ്ട് ഈ വ്യക്തിക്ക് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണം എന്നുള്ളൊരാഗ്രഹം ഈ വ്യക്തിക്കുണ്ട്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സന്ദേശങ്ങളൊന്നും അയക്കുന്നില്ല, ഫോണിലൂടെ നിങ്ങൾ സംസാരിക്കുന്നില്ല എന്നൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾ എവിടെയാണെന്നും നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നുവെന്നും ഈ വ്യക്തിക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ നേരിട്ട് ഇന്നേ വരെ കണ്ടിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാമൂഹിക ഈ ഒരു സോഷ്യൽ മീഡിയ വഴിയൊക്കെ ആയിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടാവുന്നത്. സോ അതിലൂടെയൊക്കെ കണ്ടുമുട്ടിയത് കൊണ്ട് തന്നെ
ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു പ്രണയബന്ധം തുടങ്ങിയപ്പോൾ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കായിരുന്നു ഈ വ്യക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയേണ്ട ഒരാഗ്രഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറിയേണ്ട ഒരാവശ്യം. പക്ഷെ ആ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങൾക്ക് അവസരങ്ങൾ തന്നിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിടി തരാതെ കടന്നു കളഞ്ഞു. പക്ഷെ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വ്യക്തിയെ പിന്തുടരുന്ന ആ ഒരു സ്വഭാവം നിർത്തിയപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയിരിക്കുന്നു, നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു, നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ഈ വ്യക്തിക്ക് സാമ്പത്തികപരമായിട്ട് എന്തൊക്കെയോ അഭിവൃദ്ധി ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് തീർച്ചയാണ്. നമ്മൾക്ക് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഭയങ്കരമായിട്ട് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഈ വ്യക്തി സാമൂഹിക സേവനങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അത് ഉദാഹരണത്തിന് ഭക്ഷണം കൊടുക്കുക, വസ്ത്രദാനം ചെയ്യുക, അന്നദാനം നടത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും പാവപ്പെട്ട വീട്ടുകാരെ സഹായിക്കുക, അത്തരത്തിലുള്ള പ്രവർത്തികൾ ഈ വ്യക്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അതിന് സത്യം പറഞ്ഞാൽ വഴികാട്ടിയായത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ വന്നതോടുകൂടി എൻ്റെ ജീവിതം നശിഞ്ഞു പോയി, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടാകാം. നീ വന്നതോടുകൂടിയാണ് എൻ്റെ ജീവിതം ഇരുട്ടിലായത്, ഒന്ന് പോയി തരുമോ എന്നൊക്കെ ഈ വ്യക്തി പറയുന്നുണ്ടാകാം. പക്ഷെ അത് ഈ വ്യക്തിയുടെ ബോധമില്ലാത്ത മനസ്സുകൊണ്ട് പറയുന്നതാണ്. അത് കേട്ടിട്ട് ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ വ്യക്തിക്കറിയാം നിങ്ങൾ വന്നതോടുകൂടി ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ. അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, അതിപ്പോ മുഴുവനും നന്മയ്ക്കായി വന്നിരിക്കുകയാണ്. ഈ വ്യക്തി പ്രാർത്ഥനയിലൂടെയൊക്കെ വരുന്നുണ്ട്, ദൈവങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എല്ലാത്തിലുപരി ഒരു ശക്തിയുണ്ട് എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഈ വ്യക്തി വരുന്നുണ്ട്. അത് നിങ്ങളുടെ വിജയം തന്നെയാണ്. നിങ്ങൾ വന്നതോടുകൂടിയാണ് ഈ വ്യക്തിക്ക് മാറ്റങ്ങൾ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയെ തേടി പോകരുത്. ഈ വ്യക്തി നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ഈ ഒരു പ്രപഞ്ച ശക്തി തീരുമാനിച്ച ആ ഒരു സമയത്ത് തിരിച്ചു വരുന്നതായിരിക്കും. നിങ്ങൾ തമ്മിൽ ഒരുപാട് വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾക്ക് വാളുകളുടെ എനർജി ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. കാരണം ആദ്യമൊക്കെ നിങ്ങൾ സഹിച്ചും ക്ഷമിച്ചും നിന്നിട്ടുണ്ടാകാം. പക്ഷെ പിന്നീട് ഈ വ്യക്തിയുടെ അമിത കോപം, വളരെ ദേഷ്യക്കാരൻ അല്ലെങ്കിൽ ദേഷ്യക്കാരിയായിട്ട് കാണിക്കുന്നു. ദേഷ്യം കയറിയാൽ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നതായിട്ട് കാണിക്കുന്നു. അത് കേട്ടു തുടങ്ങിയപ്പോൾ നിങ്ങളും സഹിച്ചില്ല, നിങ്ങളും തിരിച്ചു പറഞ്ഞു. അതിൽ നമുക്ക് ഒരു തെറ്റും പറയാനില്ല. പക്ഷെ അതിലൂടെയാണ് നിങ്ങൾ തമ്മിലുള്ള വിള്ളലുകൾ തുടക്കം കുറിച്ചത്, വിള്ളലുകൾ വരാൻ തുടങ്ങിയത്, തുടക്കങ്ങൾ കുറിച്ചത്, വഴക്കുകളുടെ തുടക്കങ്ങൾ കുറിച്ചത്. അങ്ങനെ പല കാര്യങ്ങൾക്കും തുടക്കമിട്ടു. പക്ഷെ അതെല്ലാം ഈ ഒരു പ്രപഞ്ച ശക്തി പരീക്ഷിക്കുകയാണ് നിങ്ങളെ രണ്ടുപേരെയും, തീർച്ചയായിട്ടും. കാരണം നിങ്ങൾ രണ്ടുപേരും ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ആത്മാവിൻ്റെ ശുദ്ധീകരണം സംഭവിച്ചാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി വന്നിട്ടുള്ള മാനസിക ശാരീരിക പ്രയാസങ്ങളാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും വന്നിട്ടുള്ളൂ. അത് കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അത് ഈ ഒരു പ്രപഞ്ച ശക്തിയുടെ ഒരു വ്യതിയാനം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പരീക്ഷണമാണ്. അതുപോലെ നിങ്ങളിൽ പലവരും ഇരട്ട ജ്വാല, ട്വിൻ ഫ്ലെയിമിലൂടെ ആ ഒരു യാത്രയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. എല്ലാവരുമല്ല, വളരെ കുറച്ചു പേര്. അപ്പൊ തീർച്ചയായിട്ടും അത് ദൈവം തന്ന, അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ച ശക്തി തന്ന ഒരു ഊർജമായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിനനുസരിച്ച് നിങ്ങൾ മാനസികപരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്ത് നിങ്ങൾ പ്രപഞ്ച ശക്തിയായിട്ട് അടുക്കാനായിട്ട് ശ്രമിക്കുക. ആത്മീയമായിട്ട് എത്രത്തോളം ഉയരാൻ സാധിക്കുമോ അത്രയും ഉയരാനായിട്ട് ചെയ്യുക, അത്രയും പോസിറ്റീവായിട്ടിരിക്കുക. അപ്പൊ ഇന്നത്തെ വായന അവസാനിക്കുകയാണ്. പുതിയൊരു അധ്യായത്തിൽ വീണ്ടും നമ്മൾക്ക് കാണാം. നന്ദി, നമസ്കാരം. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ വീഡിയോക്ക് ലൈക്കും തരിക. നിങ്ങളുടെ സാഹചര്യമായിട്ട് നിങ്ങൾക്ക് സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളിലൂടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നന്ദി.